ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചിന്തിക്കുന്നത് ത്രിയേക ദൈവ വിശ്വാസം എന്നുള്ള ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ദുരുപദേശത്തെ കുറിച്ചാണ്. 2 ദിവസമായി ഇത് വളരെയധികം നമുക്ക് ചിന്തിക്കാനുണ്ട്, പറയാനുള്ളതാണ്. ഞാൻ ഇവിടെ എന്തുകൊണ്ട് ബൈബിളിൽ അല്ലെങ്കിൽ കാണുന്ന തിരുവെഴുത്തിൽ കാണുന്ന ഭാഗങ്ങളിലൊന്നും ഇപ്രകാരം ഒരു 3 ദൈവങ്ങൾ ചേരുന്നതാണ്, അല്ലെങ്കിൽ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്, അതേസമയം 3 ദൈവമല്ല ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരാശയങ്ങളും ബൈബിളിൽ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ഇന്ന് 2 ദിവസമായി സംസാരിക്കുന്നത് പിതാവും പുത്രനും ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. എന്തുകൊണ്ട് പിതാവും പുത്രനും ഒരു വ്യക്തി ആകാൻ സാധിക്കുകയില്ല എന്നുള്ളതിന്റെ കുറച്ച് തെളിവുകളാണ്. കുറച്ച് തെളിവുകൾ കൂടി ഇന്ന് തരാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാളെ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഒരു ദൈവമാകാൻ ആകുകയില്ല എന്നുള്ളത് നാളെ സംസാരിക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു ദൈവത്തിന്റെ 3 അവസ്ഥകളാണ്, 3 ഭാവങ്ങളാണ്. പിതാവായിട്ട് ദൈവം പഴയ നിയമത്തിൽ ഒന്ന്, പുത്രനായിട്ട് അതേ ദൈവം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുന്നു. ഈ 2 കാലഘട്ടങ്ങളിലും പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ദൈവമാണ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മറ്റൊരു അവസ്ഥയാണ്, സ്വഭാവമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കി, ഇവ 3 കൂടാതെ മറ്റൊരു ദൈവം വേണ്ടേ? ഒരു ദൈവം, ഒരു ദൈവത്തിന്റെ ഭാഗങ്ങളാണ് ഇവ 3 എങ്കിൽ ആ ദൈവം ഏതാ? യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ, നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു. ലോകത്തെല്ലായിടവും പോയി. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്നുള്ളത് ഇവരുടെ പേരാണെങ്കിൽ ആ നാമം ഏതാ? കോമൺ ആയിട്ട് ഇവർക്ക് 3 ചേർന്ന് കോമണായ ഒരു നാമം വേണ്ടേ? പൊതുവായ ഒരു നാമം. അപ്പൊ 4മതൊരു ദൈവം ഉണ്ടെങ്കിലല്ലേ ഈ 3 ദൈവങ്ങൾ ആ ഒരു ദൈവത്തിന്റെ ഭാഗമല്ലേ ആകാൻ സാധിക്കുകയുള്ളൂ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒരിക്കലും ഏതെങ്കിലും പുരോഹിതന്മാരെയോ ഏതെങ്കിലും പാസ്റ്റർമാരെയോ ഈ യാഥാർത്ഥ്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളതല്ല, അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അവർക്ക് അനേകം വ്യക്തികൾക്കും ഞാൻ സംസാരിച്ചിട്ടുള്ള പലരും പേഴ്സണലായിട്ട് വ്യക്തിപരമായി സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ അവർക്ക് അത് പൊതുവെ അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. അല്ലാത്ത സാധാരണക്കാരായ വിശ്വാസികൾ, അവർക്ക് ചിന്തിക്കാൻ താല്പര്യമുള്ളവർ ചിന്തിക്കുക, അതിനു വേണ്ടിയായി പറയുന്നത്. ഇപ്പൊ വീണ്ടും ഞാൻ യഹോവയും യേശുക്രിസ്തുവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, ഒരിക്കലും ഇവർ രണ്ടും ഒരു വ്യക്തികളായി തീരാൻ സാധിക്കുകയില്ല എന്നുള്ളതിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ന്യായത്തോട് ചേർന്ന് ഒരുപക്ഷെ അതിൽ ചില ഭാഗങ്ങൾ ഇന്നും കടന്നു വരാം. അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു ഒരു മധ്യസ്ഥനാണ്. അതാണ് നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനാം ക്രിസ്തുയേശു. നോക്കുക, അപ്പൊ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുന്ന, അവരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. എങ്കിൽ ഇവർ രണ്ടുപേരും എങ്ങനെ ഒരു വ്യക്തികളായി തീരും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് വേദപുസ്തകം ഇങ്ങനെ യുക്തിശൂന്യമായി നമ്മളെ ഉപദേശിക്കുമോ? പിതാവായ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുന്ന, അവരുടെ പാപങ്ങൾ പരിഹരിച്ച് അതിനുള്ള മധ്യസ്ഥനാകാനുള്ള യോഗ്യത പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീരണം. പിതാവായ ദൈവം മറുവിലയായി തീർന്നിട്ടുണ്ടോ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായി ജനിച്ചു, അതോടൊപ്പം അവൻ പൂർണ്ണ ദൈവവുമാണെങ്കിൽ അവൻ എങ്ങനെ മരിക്കാൻ സാധിക്കും?
അപ്പൊ യേശു മരിച്ചു എന്ന് പറയുന്നത്, നമ്മുടെ പാപത്തിന് പരിഹാരമായി അവൻ മരിച്ചു എന്ന് പറയുന്നത്, അതൊരു തട്ടിപ്പ് കേസാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ദൈവം ആവിഷ്കരിച്ച ഒരു സംഗതിയാണോ? കാരണം ദൈവം അമർത്യനാ. മറ്റൊരു വലിയ വ്യത്യാസം. നാം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തന്നെ നോക്കുക. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ എന്താ പറയുന്നത്? ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ എന്നാ പറയുന്നത്. താൻ മാത്രം അമർത്യതയുള്ളവൻ, ധന്യനായ ഏകാധിപതിയും കർത്താധികർത്താവും രാജാധിരാജാവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും. എത്ര കൃത്യമായിട്ടാ പറയുന്നത്! ഇത് പിതാവായ ദൈവത്തെ കുറിച്ചല്ലേ? അവന് മാത്രമല്ലേ ഇത് യോജിക്കുകയുള്ളൂ? ഇവിടെ മനുഷ്യനായി പിറന്ന ക്രിസ്തുവേശു അവൻ തന്നെയാണ് യഹോവയെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ക്രിസ്തുവിന് യോജിക്കുവോ? നോക്കുക, അവൻ മനുഷ്യരാരും കാണാത്തവനാണെന്ന്. യേശുവിനെ ആരും കണ്ടിട്ടില്ലേ? ധന്യനായ ഏകാധിപതിയും കർത്താധികർത്താവും രാജാധിരാജാവും താൻ മാത്രം അമർത്യതയുള്ളവൻ. പിന്നെ എങ്ങനെയാ കർത്താവായ യേശു ക്രിസ്തുവിന് മരിക്കാൻ സാധിക്കുക? ഇത് ഞാൻ ചോദിച്ചത്. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നെങ്കിൽ അവന്റെ മനുഷ്യപ്രകൃതി മാത്രമാണോ മരിച്ചത്? അപ്പോൾ അവന്റെ ദൈവപ്രകൃതിയോ? അപ്പൊ അവൻ നമുക്ക് വേണ്ടി ആദാമിന് തുല്യ വിലയുള്ളവനായി എങ്ങനെ അവനെ ദൈവം പരിഗണിക്കും? ഏത് ദൈവമാ പരിഗണിക്കുന്നത്? പരിഗണിക്കാനുള്ള ദൈവം അവൻ തന്നെയാ. എന്നാൽ കണ്ടു നോക്കിക്കേ, ചിന്തിച്ചു നോക്കിക്കേ. ഇതാണ് പറയാ. അപ്പം താൻ മാത്രം അമർത്യതയുള്ളവൻ. എന്നാ ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുക, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറു വരം കൊടുത്തു. നോക്ക, ഇതിനേക്കാൾ വലിയ വ്യത്യാസം എന്താ? പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം. അല്ലെങ്കിൽ ദൈവത്തെ വേർതിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും. അതുകൊണ്ടാണ് ദൈവം യഹോവ പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാണ്, എനിക്ക് മാത്രമേ തന്നിൽ തന്നെ ജീവനുള്ളൂ. ആ കാര്യത്തിൽ ഞാൻ ആദ്യനും മറ്റൊരാൾക്കും ഈ ക്വാളിറ്റി ഇല്ല, ഈ ഗുണമില്ല. തന്നിൽ തന്നെ ജീവനുള്ളവൻ. അപ്പൊ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറു വരം കൊടുത്തു. അപ്പൊ ക്രിസ്തു ഇവിടെ ആയിരുന്ന കാലത്തൊന്നും അവൻ ഇപ്രകാരം തന്നിൽ തന്നെ ജീവനുള്ള അമർത്യത പ്രകൃതിക്കാരനായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ അവന് മരിക്കാൻ സാധിക്കില്ലായിരുന്നു. പിന്നെയോ അവന്റെ പുനരുത്ഥാന ശേഷം പിതാവ് അവന് നൽകിയ, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായതുകൊണ്ട് പിതാവ് അവന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് അമർത്യത എന്ന് പറയുന്നത്. അതാ പറയുന്നത്, പിതാവിനോടൊപ്പം ആ സമത്വം എങ്ങനെ അവൻ നേടിയെടുത്തു? അനുസരണയിൽ കൂടെയാണ് അവൻ നേടിയെടുത്തത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിലേക്ക് നാം പോവുകയാണെങ്കിൽ നമുക്ക് പിതാവിനെയും പുത്രനെയും വേർതിരിച്ച് കാണാൻ സാധിക്കും. സങ്കീർത്തനം 2-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്താ? സുവിശേഷ യുഗത്തിൽ ഇവിടെ ജനിച്ച ക്രിസ്തുയേശു യഹോവയാം ദൈവം തന്നെയാണെങ്കിൽ, ഇതാ ഞാൻ ഇവിടെ സുവിശേഷ യുഗത്തിൽ ഇങ്ങനെ ഒരു യേശുവായി ജനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണോ യഹോവയാം ദൈവം പഴയ നിയമ കാലത്ത് പറയുന്നത്? ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നോക്കുക, യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പഴയ നിയമകാലത്ത്
ഇത് ഈ സുവിശേഷ യുഗത്തിൽ അല്ലെങ്കിൽ യേശു ഞാൻ പിതാവായ ദൈവം യഹോവയാം ദൈവം പറയുകയാണോ ഞാൻ ഇനി അടുത്ത ആ യുഗത്തിൽ ഒരു ശിശുവായി ജനിക്കാൻ പോവുകയാ, ഒരു മകനായി ജനിക്കാൻ പോവുകയാ, നമുക്കൊരു ശിശു നൽകപ്പെട്ടു, ഒരു മകനെ നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് ഏതർത്ഥത്തിലാ പറയുന്നത്? എന്നിട്ടും അവൻ എന്തൊക്കെയായി തീരുമെന്നാ പറയുന്നത്? ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. അത്ഭുത മന്ത്രി എന്നുള്ളതല്ല വേണ്ട, അത്ഭുതവാൻ, മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അപ്പൊ ഇപ്രകാരം പേർ വിളിക്കപ്പെടും എന്നുള്ളത് ക്രിസ്തുവിന് വരാനിരിക്കുന്ന അവന്റെ അധികാരങ്ങളെ കുറിച്ച്, അവൻ ലഭിക്കാനിരിക്കുന്ന സ്ഥാനങ്ങളെ കുറിച്ചാ പറയുന്നത്. നമുക്ക് 89-ാം സങ്കീർത്തനം നമ്മൾ നോക്കുക. 89-ാം സങ്കീർത്തനം, 89-ാം സങ്കീർത്തനത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് നീ എന്റെ പിതാവ്, എന്റെ ദൈവം, എന്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഇത് പിതാവ് പറയുന്നതാ. നീ എന്നോട് എന്തു പറയും? നീ എന്റെ പിതാവ് എന്ന് യേശു പറയും. നീ എന്റെ പിതാവ്, എന്റെ ദൈവം, എന്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. അപ്പൊ പഴയ കാലത്ത് തന്നെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. നീ എന്റെ പിതാവാണെന്ന് ക്രിസ്തു സ്വയം ഏറ്റു പറയും. ഇത് പ്രവചന രൂപത്തിൽ പറയാ. ഇത് പുതിയ നിയമത്തിൽ വരുമ്പോ ക്രിസ്തു പറയുന്നുണ്ട്, അവൻ എന്റെ പിതാവാണ് അവനെന്ന് പറയുന്നുണ്ട്. പിതാവ് നൽകിയിട്ടുള്ളതല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവനെ എന്റെ ആദ്യജാതനെ ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനാക്കുമെന്നാ വേണ്ടത്. ഞാൻ അവനെ ആദ്യജാതനാക്കുമെന്നല്ല, അവൻ ആദ്യജാതനാ. ഞാൻ എൻ്റെ ആദ്യജാതനെ ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനാക്കും. അപ്പൊ പഴയ നിയമ കാലത്ത് തന്നെ പറയാം, അവൻ എൻ്റെ ആദ്യജാതനാണ്. അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ ആദ്യജാതന. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു എന്താ, ഒരിക്കലും പിതാവ് അവൻ സ്വയംഭൂവാണ്. എന്നാൽ പുത്രൻ യേശു ദൈവത്തിന്റെ പുത്രനാണ്. അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനാണ് എന്ന് വേദപുസ്തകം നമ്മോട് പറയാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം നോക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. ലവദോക്കിയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം എന്ന് പറഞ്ഞത് തെറ്റാണ്. അതിനകത്ത് 14 വാക്യങ്ങളേ ഉള്ളൂ. എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന പെശക. അതിന്റെ 5-ാം വാക്യം നിങ്ങൾ നോക്കുക. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ദൂതന്മാരോട് പറയാത്ത കാര്യമാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ ദൂതന്മാരെ ഒക്കെ ദൈവം സൃഷ്ടിച്ചതല്ലേ. എങ്കിലെന്താ ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിനുള്ള ആ ഒരു അംഗീകാരം, നീ എൻ്റെ പുത്രനാണെന്ന് പറയാനുള്ള അംഗീകാരം ഈ പറഞ്ഞ ദൂതന്മാർക്ക് ദൈവം കൊടുക്കാത്തത് എന്താ? എന്നിട്ട് പറയാ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. അപ്പൊ ക്രിസ്തു ആരാ? ക്രിസ്തു ദൈവത്തിന്റെ ആദ്യജാതനാ. ആ അർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞു വെളിപാട് പുസ്തകത്തിൽ, ഞാൻ അൽഫയും ഒമേഗയുമാണെന്ന്. ഇതിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ക്രിസ്തു അൽഫയും ഒമേഗയുമായിരിക്കുന്നത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഡയറക്റ്റ് ക്രിയേഷൻ, നേരിട്ടുള്ള സൃഷ്ടി അവൻ മാത്രമാണ്. ആ അർത്ഥത്തിൽ അവൻ ആദ്യനും അന്ത്യനുമാണ്. യഹോവ ആദ്യനും അന്ത്യനുമായിരിക്കുന്നത് സ്വയംഭൂവായിരിക്കുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ. ഈ അർത്ഥത്തിലാണ് ചെന്ന് പറയും അൽഫയും ഒമേഗയുമാണെന്ന് ദൈവത്തെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഒന്നല്ലേ എന്നാ ചോദിക്കുന്നത്. ഇവർ വഹിക്കുന്ന അവരുടെ സ്ഥാനങ്ങൾ വെച്ചിട്ടാ, അല്ലെങ്കിൽ അവർക്കുള്ള ചില യോഗ്യതകളുണ്ടാ. ഈ രണ്ട് യോഗ്യതകൾക്കും രണ്ടുപേർക്കും ഒരേ യോഗ്യത ഉണ്ടായാൽ അവര് അൽഫയും ഒമേഗയാകാൻ പറ്റൂല. അപ്പൊ പിതാവായ ദൈവം അൽഫയും ഒമേഗയും ആയിരിക്കുന്നത് അവൻ സ്വയംഭൂവാണ്, അനാദിയാണ് എന്നുള്ളതിനാണ്. എന്നാ കർത്താവായ യേശു ക്രിസ്തു സ്വയംഭൂ അൽഫയും ഒമേഗയും ആയിരിക്കുന്നത്, ആദ്യനും അന്ത്യനുമായിരിക്കുന്നത്
ദൈവത്തിന്റെ നേരിട്ടുള്ള സൃഷ്ടി അവനാണ്, ആദ്യ ജാതനാണ് അവൻ. ആ അർത്ഥത്തിലാണ് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കിയാൽ ഈ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുമെന്നാ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. എന്തു പറയും? 1 കൊരിന്ത്യർ 15:25 വാക്യം പറയാം, അവൻ സകല ശത്രുക്കളെയും കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. 1 കൊരിന്ത്യർ 15:24 മുതൽ. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. നോക്കുക, അപ്പൊ പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കുമെന്നാ പറയുന്നത്. അപ്പൊ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം അവൻ വാഴേണ്ടതാകുന്നു. സകല ശത്രുക്കളും അവന് കാൽ കീഴായി വന്നതിന് ശേഷം അവൻ സകലവും പിതാവിന് സമർപ്പിക്കും. അവൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. എത്ര കൃത്യമായ ഒരു ഉപദേശമാ അപ്പോസ്തലൻ നമുക്ക് നൽകി. പിതാവും പുത്രനും തമ്മിലുള്ള അവിടെ ഒരു അധികാര വടംവലികളുമില്ല. അവിടെ യാതൊരു അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളുമില്ല. പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ന്യായവിധി എന്ന് പറഞ്ഞു, ന്യായവിധി അവൻ പുത്രന് നൽകിയിരിക്കുന്നതാണ്. എല്ലാവരും പിതാവിന്, യോഹന്നാന്റെ സുവിശേഷം 5:22 വാക്യം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. അപ്പൊ സകല ലോകത്തെയും ന്യായം വിധിക്കുവാനുള്ള അധികാരം പുത്രന് യഹോവ നൽകിയതാ, പിതാവ് നൽകിയതാ. അപ്പൊ നോക്കുക, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളിൽ കൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ പിതാവിനെ സംബന്ധിച്ച് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16:25 വാക്യിൽ ക്രിസ്തു എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതിന്റെ 25 വാക്യം പറയാം, ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി അറിയിക്കുമെന്ന്. ഇതൊരു ഇന്നത്തെ തൃത്വവാദികൾ പറയുന്ന പോലെ ഇതൊരു മർമ്മമാണെന്നല്ല. ഇവരെല്ലാം പറയുന്നത് എന്താ? ഇതൊരു മർമ്മമാ. പിതാവ് ആരാണ്, പുത്രൻ ആരാണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നടത്തുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ക്രിസ്തു പറയുക, ഞാൻ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ ഈ കാര്യത്തിൽ യാതൊരു മറയുമില്ല. ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് ഈ പിതാവിനെയും പുത്രനെയും വ്യത്യസ്തരായി നമുക്ക് കാണാൻ സാധിക്കും, മറ്റു പലയിടങ്ങളിലും കാണാൻ സാധിക്കും. ഈ 17-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാ? 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതത്രേ നിത്യജീവൻ. അപ്പം നീ അയച്ച യേശുക്രിസ്തു ഏക സത്യ ദൈവമായ, അപ്പൊ യഹോവയാണ് ഏക സത്യ ദൈവം. ഇത് ബൈബിൾ ഉടനീളം നാം കാണുന്ന ആ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നമ്മൾ ഈ യെശയ്യാ പ്രവചന 6-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുക. അവിടെ നമുക്ക് വളരെ വ്യക്തമായി, അപ്പൊ പഴയ നിയമത്തിൽ യേശുവിന്റെ പ്രവർത്തനങ്ങൾ, അവൻ ദൈവത്തിന്റെ ഒരു ഏജന്റായിട്ട്, ദൈവത്തിന്റെ പുത്രനായി നിന്നുകൊണ്ട് അവൻ സൃഷ്ടിയിൽ, നമുക്കറിയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എന്താ പറയാ, വരിക, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാ പറഞ്ഞത്. നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ ഏറെ വ്യക്തികളില്ലേ? ഇവർ രണ്ടുപേരും അന്ന് തന്നെ ഈ
അനാദി കാലത്ത് തന്നെ, അല്ലെ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും ഒരു വ്യക്തിയാണെങ്കിൽ എന്താ നാം നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറയുന്നത് എന്താ? അത് തീർച്ചയായും ബഹുവചനമാണ്. അത് പൂജക ബഹുവചനമല്ല നാം എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജാക്കന്മാർ ഉപയോഗിക്കുന്നത് പോലെയുള്ള പൂജക ബഹുവചനമല്ല. രണ്ടു വ്യക്തികളാണ്. നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ നിർമ്മിക്കുക, ഇതാ പറഞ്ഞത്. നമുക്ക് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ രണ്ട് പ്രയോഗങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെയാണ്. എന്നിട്ട് അതിന്റെ 3-ാമത്തെ വാക്യം വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അപ്പൊ 3-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ സൈന്യങ്ങളുടെ യഹോവ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് 1-ാം വാക്യത്തിൽ കർത്താവെന്ന് ഉപയോഗിച്ചു? ഇതിനെക്കുറിച്ച് വണ്ണം പറയാനും പഠിക്കാനും ഉണ്ട്. സമയം പോണോണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ ഈ വ്യത്യാസം ഒന്ന് കാണിക്കുക. ഇവിടെ യഹോവ എന്നുള്ള യാഹുവേ എന്നുള്ള പദമാണ്. കർത്താവ് എന്നുള്ളതിന് യാഹുവേ എന്നുള്ള പദമല്ല. അവിടെ അഡോനൈ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ അധികാരി എന്നേ അർത്ഥമുള്ളൂ. അത് പിതാവിനെ കുറിച്ചും പറയാം, പുത്രനെ കുറിച്ചും പറയാം. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ പറയും കണ്ടോ തൃത്വം ഇവിടെ ഉണ്ടെന്ന്. യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞില്ലേ? അവിടെ തൃത്വം ഉണ്ടെന്ന് പറയുന്നവരാ. ഈ തൃത്വത്തിന്റെ തിമിരം ബാധിച്ചിട്ടുള്ള വ്യക്തികൾ ഇവിടെയും തൃത്വം കണ്ടെത്തും. വീണ്ടും നമ്മൾ നോക്കുക 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവയായ രാജാവ്, അവിടെയും യാഹ്വേ എന്നുള്ള പദമാണ്. വീണ്ടും 8-ാം വാക്യത്തിലേക്ക് വരിക, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. കണ്ടോ? ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടിട്ട് അടിയൻ, ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ആരുടെ ശബ്ദമാകട്ടെ? കർത്താവിന്റെ ശബ്ദമാകട്ടെ. വീണ്ടും നമ്മൾ വരിക 11-ാം വാക്യത്തിലേക്ക്, കർത്താവേ അവരുടെ ചെവി മന്ദമാകുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. കർത്താവെ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവിടെ കർത്താവ് എന്ന് പ്രയോഗിച്ചിരിക്കുക. അത് ആരെയാ? അത് യഹോവയല്ല. താഴെ വരിക, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും പാഴായിപ്പോകും. യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാക്കുകയും ചെയ്യുവോളം. അപ്പൊ ഇവിടെ യഹോവ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇതിൽ 3 ഇടങ്ങളിൽ യഹോവയെന്നും 3 ഇടങ്ങളിൽ കർത്താവെന്നും പ്രയോഗിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? പരിഭാഷകർത്താക്കൾക്കറിയാം. പഴയ നിയമത്തിൽ നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ യഹോവ മലയാള വേദപുസ്തകത്തിൽ യഹോവ എന്ന് കാണാം. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകം പ്രധാനമായും KJV കിങ് ജെയിംസ് വേർഷൻ നമ്മൾ എടുത്താൽ അവിടെ യഹോവ എന്നുള്ള പദം കാണുകയില്ല. കാരണം അവരവിടെ ലോഡെന്നാ വെക്കുന്ന. കർത്താവ് ലോഡെന്ന് അവരവിടെ എഴുതുമ്പോൾ LORD ഈ 4 അക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. എന്നാൽ കർത്താവിനെ യേശുവിനെ കാണിക്കാൻ ലോഡെന്ന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരമായ ആ എല്ലു മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളൂ, വലിയ അക്ഷരത്തിലുള്ളൂ. ബാക്കി 3 അക്ഷരം ഓയും ആറും ഡിയും ചെറിയ അക്ഷരത്തിലാണ്. നിങ്ങൾ വേദപുസ്തകം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പൊ കാണാം എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം. ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഒന്ന് യഹോവയെ കാണിക്കാനാണ്, മറ്റത് യേശുവിനെ കാണിക്കാനാണ്. അപ്പൊ ഈ വ്യത്യാസം നമ്മൾ കാണുക ഇവിടെയാണ്. ഇനി നമുക്ക് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പൊ യേശു ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്. അവന്റെ പുത്രനാണ്, ഏകജാതനായ പുത്രനാണെന്ന് എത്രയോ വേദഭാഗങ്ങൾ നാം ഇതിനോടൊപ്പം തന്നെ നാം പരിശോധിച്ചു കഴിഞ്ഞു. മത്തായി 3:17 പറയാം, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. നോക്ക, ആരാണ് ശബ്ദം പുറപ്പെടുവിച്ചത്? ഈ യേശു തന്നെയാണ് യഹോവയെങ്കിൽ
സ്വർഗത്തിൽ നീ ശബ്ദം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് ദൈവമായ യഹോവ അല്ലെങ്കിൽ ദൈവം തന്നെ ആണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു എന്റെ മേൽ ആവസിച്ചു. അതിന്റെ ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ പറയുന്ന യേശുവും യഹോവയുമെങ്കിൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് വന്ന് ഈ ഒരു ദൈവം വന്ന് മറ്റൊരു ദൈവത്തിന്റെ മേൽ ആവസിക്കുന്നത് എന്തിനാണ്? അപ്പൊ എന്നിട്ട് പറയാ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. ആരാ സ്വർഗത്തിൽ ഈ ശബ്ദം പറയാനുള്ളത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻകിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു ശബ്ദം ഉയരത്തിൽ നിന്നും കേട്ടു. ദിസ് ഈസ് മൈ സൺ ഹും ഐ ഹാവ് ചൂസൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകനാണ് ഇവൻ, പ്രിയമുള്ളവരെ, അല്ലാതെ ഞാൻ തന്നെ അല്ല ഇത്. അപ്പൊ അപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത അവന്റെ ആ അരുമ സന്തതിയെ, ഓമന പുത്രനെ അവൻ നമുക്ക് വേണ്ടി യാഗമായി നൽകുവാൻ തിരഞ്ഞെടുത്തതാ അവനെ. എന്നിട്ട് അവനും ആ യാഗം യാഗത്തിനായി തിരഞ്ഞെടുത്ത പിതാവും ഒരു വ്യക്തികൾ തന്നെയാണ് എന്ന് പറയുന്നത് എത്ര കഷ്ടമാ. നീ ഈ 1 യോഹന്നാൻ 1:3 പറയാ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും അത്രേ. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമാണ്. നാം ലേഖനങ്ങൾ മുഴുവൻ നോക്കുക. അതിന്റെ ആമുഖമായി പറയുന്ന എല്ലാ ലേഖനങ്ങളിലും നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഏതെങ്കിലും ലേഖനങ്ങൾ ഈ ഇതിലല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മൾ നോക്കുക, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾ എല്ലാ ലേഖനങ്ങൾ പരിശോധിച്ചാലും അതിന്റെ ആമുഖത്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രയോഗമാണ്. അപ്പൊ അവിടെ അപ്പോസ്തലന്മാർ എത്ര വ്യക്തമായിട്ട് പിതാവായ ദൈവത്തെയും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെയും വേർതിരിച്ച് കാണിക്കുന്നു. എന്നിട്ടും എന്താ ഉണ്ടായത്? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആ യവന ചിന്താഗതികളിൽ നിന്ന് വിട്ടുപോരാൻ അവർക്ക് സാധിക്കുന്നില്ല. ട്രിനിറ്റി എന്നുള്ള പദം തന്നെ എവിടുന്നാ വന്നത്? ഒരു ലാറ്റിൻ പദമാണ്. അത് ആരാ അവിടെ കൊണ്ടുവന്നത്? അതൊക്കെ നമ്മുടെ ഈ യവന ചിന്തകന്മാരും സോക്രട്ടീസ് ഇവര് പോലെയുള്ള ചിന്തകന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദമാണ് ഈ ട്രിനിറ്റി എന്നുള്ള പദം തന്നെ. നമ്മളത് മനസ്സിലാക്കുക. ട്രിയാസ് എന്ന് പറയുന്ന ഒരു പദം, അതിന്റെ അർത്ഥം 3 അപ്പൊ ഇങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നിർമ്മല ഹൃദയത്തോടെ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ഉണ്ടാകുന്നു. ഈ നാളെ ഒരു ദിവസം കൂടെ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് എന്തുമാത്രം ദൈവമാണ് എന്നുള്ള അർത്ഥത്തിൽ, പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും അർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് നാം അടുത്ത ദിവസം നാളെ ചിന്തിക്കുന്നത്. അതുവരെയും ദൈവം നമ്മെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു.